ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആൻ്റണിയുടെ കയ്യിൽ അവർ 2 ലക്ഷം രൂപ കിട്ടിയിരിക്കുകയാണല്ലോ. ആ സമയത്ത് നവീൻ ദാസും ആണെങ്കിൽ ഭയങ്കര സന്തോഷം. ഏതായാലും ഞാൻ പറഞ്ഞിട്ട് പോലും അവൾ 2 ലക്ഷം രൂപ കൊണ്ടു തന്നില്ല, പക്ഷേ ആൻ്റണിക്ക് ഇത് പെട്ടെന്ന് തന്നെ കൊണ്ടു തന്നല്ലോ. അതാണ് ഈ ആൻ്റണിക്ക് അറിയാം അവളുടെ കയ്യിൽ നിന്ന് എങ്ങനെ പൈസ മേടിക്കണമെന്ന്. അതുകൊണ്ട് തന്നെയല്ലേ ദേ ആൻ്റണിയുടെ കയ്യിൽ പെട്ടെന്ന് പൈസ കിട്ടിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതേതായാലും നന്നായി. അപ്പോഴേക്കും ആൻ്റണി ആണെങ്കിൽ ഈ കിട്ടുന്നതിൽ പാതി കൊടുക്കുന്ന കാര്യം ആൻ്റണിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആൻ്റണി അങ്ങനെ ചെയ്യാറുമില്ല. അതുകൊണ്ട് തന്നെ നവീൻ ദാസിന് പറഞ്ഞ തുക ഞാൻ തന്നേക്കെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പൈസ എടുത്ത് നവീൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. അപ്പം നവീൻ അത് എണ്ണി നോക്കി കഴിഞ്ഞപ്പോഴേക്കും അത്ര വലിയ രസം പോരാ, മുഖത്ത് അത്ര വലിയ തെളിച്ചൊന്നുമില്ല. അപ്പോൾ നവീൻ ദാസ് ഇങ്ങനെ നോക്കുന്നത് കണ്ടുകഴിയുമ്പോഴേക്കും ആൻ്റണിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ആൻ്റണി കുറച്ചും കൂടി പൈസ എടുത്തിട്ട്, ഏതായാലും നീ ഇത്രയും കഷ്ടപ്പെട്ടാണല്ലോ, പിന്നെ അവളുടെ രഹസ്യവും കൂടി എനിക്ക് പറഞ്ഞു തന്നതാണല്ലോ, പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് കുറേ ഇടിയും കിട്ടി നിനക്ക്, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഞാൻ തന്നേക്കെന്ന് പറഞ്ഞുകൊണ്ട് ആൻ്റണി കുറച്ച് പൈസ കൊണ്ട് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നവീൻ ദാസിൻ്റെ മുഖം ഭയങ്കരമായിട്ടും തെളിഞ്ഞു. ഏതായാലും കൊള്ളാം, ഈ ഡീൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അവളുടെ പിന്നാലെ നടന്ന് പൈസ താന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ആൻ്റണിക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അപ്പം എന്നെ വിളിച്ചാൽ മതി. ഷെയറുകൾ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറുകയും ചെയ്യാം. അതേതായാലും കൊള്ളാം നവീൻ ദാസ്. ഇനി അവള് എൻ്റെ മുന്നിൽ പൊന്മുട്ടയിടുന്ന താറാവാണല്ലോ, അതുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് ഇനിയും പൈസ മേടിക്കാനുള്ള തന്ത്രമൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാമെന്നും ഇവിടെ ആൻ്റണി പറഞ്ഞ അവരുടെ ഡീൽ അങ്ങോട്ട് ഉറപ്പിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. എൻ്റെ ദൈവമേ, ഇനി ആ പൈസ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുമോ, പോലീസ് ആ വഴി ഇങ്ങോട്ട് വരുമോ, എന്നെ പൊക്കുമോ, ഇതൊക്കെയാണ് ശ്രുതിയുടെ മനസ്സിൽ ഭയങ്കര ടെൻഷൻ ഇങ്ങനെ അലയാടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ എന്തോ ബിസിനസ് കാര്യങ്ങളല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു കോള് വരുന്നത്. സാർ, ഓക്കെ സാർ. അത് പിന്നെ ആ സാറിനാണല്ലോ. സാറിന് എന്ന് വെച്ചാൽ മാക്സിമം ഞങ്ങൾ കുറച്ച് തരാമെന്നേ, സാർ ഇങ്ങോട്ട് പോരെന്നേ, സാറാണല്ലോ ഞങ്ങളുടെ ബെസ്റ്റ് കസ്റ്റമർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതൊക്കെ ഉറപ്പിക്കുക. അങ്ങനെ ഉറപ്പിച്ചിട്ട് ഫോൺ വെച്ചിട്ട് ശ്രുതിയോട് സംസാരിക്കുകയാണ്. ശ്രുതി, നീ വല്ലതും അറിഞ്ഞോ? ആ സാറാ വിളിച്ചത്, എന്നിട്ട് നമുക്ക് കുറേ ഡീലുകളെല്ലാം തന്നിട്ടുണ്ട്, ഏതായാലും സന്തോഷമായി. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ശ്രുതി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി വേറെ ഏതോ ലോകത്താണ്. ഞാൻ പറയുന്നത് വല്ലതും കേട്ടോ ശ്രുതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. എന്താ ശ്രുതി, നീയില്ല ഏത് ലോകത്താ? ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടായിരുന്നോ? കേട്ടായിരുന്നു, ഞാൻ എല്ലാം കേട്ടായിരുന്നു. ഉവ്വ എല്ലാം കേട്ടായിരുന്നു പോലും. ഞാൻ പറയുന്ന ഒന്നും നീ ശ്രദ്ധിച്ചിട്ടില്ല. നീ വേറെ ഏതോ ലോകത്ത് അങ്ങനെ ഇരിക്കുകയാണ്. എന്താ പ്രശ്നം? എന്ത് പ്രശ്നമാണെങ്കിലും പറ, അത് നമുക്ക് പരിഹരിക്കാലോ. ഇത് കേട്ട ശ്രുതിക്ക് കാലി വരികയാണ്. എന്ത് പ്രശ്നമാണെങ്കിലും ശ്രുതിക്ക് പരിഹരിക്കാനായിട്ട് പറ്റുമോ? ശ്രുതിയുടെ കാര്യം നോക്കി ശ്രുതി നിൽക്ക്. എൻ്റെ കാര്യത്തിൽ കയറി ഇടപെടാൻ നിൽക്കണ്ട. ഇതെങ്ങനെ കൊണ്ടുപോകണം, മാനേജ് ചെയ്യണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി എണീറ്റ് പോവാണ്. അപ്പോഴേക്കും ശ്രുതി ഞെട്ടിപ്പോയി. ഇതെന്ത് പറ്റി ഇവൾക്ക്? ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ അവൾ ഭയങ്കരമായിട്ടും ദേഷ്യപ്പെട്ടല്ലോ. അല്ല, ഇപ്പം എന്ത് ചോദിച്ചാലും അവൾ എന്നോട് ദേഷ്യപ്പെടുകയാണ്. അപ്പം ഇതിൽ എന്തൊക്കെയോ കള്ളത്തരമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രയാണ്. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം 2 ലക്ഷം രൂപയാണല്ലോ തൻ്റെ കയ്യിലിരിക്കുന്നത്. അത് മോഷണം പോയ വിവരം പോലും നമ്മുടെ ചന്ദ്രയ്ക്ക് അറിയില്ല. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ഒരു സാരിക്കാരി വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ കയ്യിൽ നിന്ന് സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഒരു ബ്ലൂ കളർ സാരി എടുത്ത് ഇങ്ങനെ ചന്ദ്രയ്ക്ക് വെച്ച് കൊടുത്തിട്ട്, അയ്യോ മേഡത്തിന് ഈ കളർ നന്നായിട്ട് ചേരുന്നുണ്ട്. ആണോ? മേഡം അല്ലെങ്കിലും സുന്ദരിയാണല്ലോ, നല്ല വെളുത്ത് തുടുത്തിരിക്കുകയല്ലേ, അതുകൊണ്ട് ഏത് കളറും ചേരും. പിന്നെ ഈ സാരി നേരിട്ട് കാണാൻ കുറച്ച് മങ്ങിയ കളറാണെങ്കിലും മേഡത്തിന് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അടിപൊളിയാണ് മേഡം എന്നൊക്കെ ഈ സാരിക്കാരി ഇങ്ങനെ പറയാ. ഇത് കേട്ട ഭാമയാണെങ്കിൽ ഇവള് കച്ചവടം ഉണ്ടാക്കാനായിട്ട് ഭയങ്കര മിടുക്കിയാണല്ലോ, ഇവള് കച്ചവടത്തിന് മിടുക്കിയാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ 3-4 സാരി എടുക്കും. ഞാൻ ഈ 3 സാരി എടുത്തിട്ടോ, ഈ 3 സാരി എനിക്ക് ഒരുപാട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോയി, ഇതിന് എത്രയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വരുന്നു നമ്മുടെ രേവതി. അപ്പോൾ രേവതി ആൻറ്റി എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. രേവതി വന്നു. അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ, ഭാമേ നീ എന്തിനാണ് ഇവളുടെ കയ്യിൽ നിന്നൊക്കെ പൂ മേടിക്കാനായിട്ട് പോകുന്നത്? നിനക്ക് വേറെ ആരെയും കണ്ടില്ലേ പൂ മേടിക്കാനായിട്ട്? എന്താ ചന്ദ്ര അങ്ങനെ പറഞ്ഞത്?
രേവതിയുടെ കയ്യിലുള്ള പൂക്കളെല്ലാം ഫ്രഷാണ്, നല്ല പൂക്കൾ മാത്രമേ രേവതി കൊടുക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ രേവതിയുടെ കയ്യിൽ നിന്ന് പൂ മേടിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ രേവതി, നിനക്ക് കൂടുതൽ വർക്കൊക്കെ ഉണ്ടോ? ഇനിയൊരു പൂജയ്ക്ക് വേണ്ടി പൂവുകളെല്ലാം കൊടുക്കാൻ പോകാനുണ്ട് ആൻറ്റി എന്ന് പറയാം. ചന്ദ്രേ, ഞാൻ പോയേ സാരികളെല്ലാം മുകളിൽ ഉണക്കാനിട്ടിരിക്കുക, ഞാൻ പോയി എടുത്തിട്ട് വരാം. ബാമേ, നീ അവിടെ ഇരിക്കുക, രേവതി പോയി എടുത്തിട്ട് വന്നോളും. രേവതി കൊണ്ടാണോ സാരികളെല്ലാം എടുപ്പിക്കുന്നത്? രേവതി, നീ പോയിക്കോ, നിനക്ക് നല്ല തിരക്കുണ്ടല്ലോ. എന്ത് തിരക്ക്? പിന്നെ പൂവിറ്റ് കൂട്ടാൻ പോകുന്നതല്ല തിരക്ക്. നീ ഒന്ന് മിണ്ടാതിരിക്കുക ഭാമേ, അവളെടുത്തോണ്ട് വന്നോളും. അവൾക്ക് ഈ കഴിഞ്ഞിട്ടുള്ള തിരക്ക് മതി. രേവതി, നീ പോയി ടെറസിൻ്റെ മുകളിൽ പോയി സാരികളെല്ലാം ഡ്രസ്സുകളെല്ലാം എടുത്തിട്ട് അത് മടക്കി ഒതുക്കി വെച്ചിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി, കേട്ടല്ലോ എന്ന് പറയുമ്പോൾ രേവതി അതേപോലെ അനുസരിച്ചു. രേവതി നേരെ ടെറസിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ഭാമയ്ക്ക് അത് വല്ലാത്തൊരു കഷ്ടം തോന്നി. എന്നാലും ചന്ദ്ര, ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു കേട്ടോ. നീ ഒന്നും മിണ്ടാതിരിക്കും. ഈ സാരി നമുക്ക് 3 എടുത്താലോ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് കൊള്ളാം ചന്ദ്രേ, എത്രയെന്ന് വെച്ചപ്പോഴേക്കും 3 സാരിയും കൂടി 3500 രൂപ എന്ന് പറയുകയാണ്. അത്രയേ ഉള്ളൂ ഭാമേ, എൻ്റെ പൈസ കുറച്ച് നിൻ്റെ കയ്യിൽ ഇരിക്കുന്നില്ലേ, അത് നീ എടുത്തിട്ട് വാ, ഒരു 3500 എടുത്തിട്ട് വാ, നമുക്ക് കൊടുക്കാം എന്ന് പറയുകയാണ്. ശരി ചന്ദ്രേ, ഞാൻ പോയി എടുത്തിട്ട് വരാം എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ രേവതി ഇറങ്ങി വരികയാണ്. ആ രേവതി പറയുകയാണ്, ഞാൻ സാരികളെല്ലാം എടുത്ത് മടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയും ചെയ്യാണ്. അപ്പോൾ രേവതി, പൈസ വേണ്ടേ? വേണ്ട ആൻറ്റി, കുഴപ്പമൊന്നുമില്ല, അത് പറഞ്ഞാൽ പറ്റില്ല, നീ ജോലി ചെയ്ത പൈസയല്ലേ, അത് നീ മേടിക്കണം. അത് സാരിയില്ല, കുറച്ച് പൂവല്ലേ ഉള്ള ആൻറ്റി, കുറച്ച് പൂവാണെങ്കിലും കൂടുതൽ പൂവാണെങ്കിലും ജോലി ചെയ്ത പൈസ മേടിക്കണം, എങ്കിൽ പിന്നെ ആൻറ്റി എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടാൽ മതി, ഞാൻ ഇറങ്ങാം. ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇറങ്ങി പോവാ. അങ്ങനെ ഭാമ പൈസ എടുക്കാനായിട്ട് നേരെ ചെല്ലുകയാണ്. അലമാരി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പൈസ കാണാനില്ല. ഭാമ അങ്ങനെ പേടിച്ച് വിറച്ചൊരവസ്ഥയായി പോയി. ചന്ദ്രയുടെ പൈസയാണല്ലോ, സാരി മുഴുവൻ നോക്കുകയാണ്, അവിടെ എങ്ങും പൈസ കാണാനില്ല. അങ്ങനെ ചന്ദ്രേ എന്ന് പറഞ്ഞിട്ട് വിളിക്കണം. എന്താ പാമേ? ചന്ദ്ര, നീ ഇങ്ങോട്ട് വന്ന് എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്, ഞാനിപ്പോൾ വരാട്ടോ, സാരിയല്ലേ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര നേരെ അകത്തേക്ക് കയറി പോവും. എന്താ പാമേ? അത് പിന്നെ ചന്ദ്രേ, 2 ലക്ഷം രൂപയില്ലേ, അത് കാണാനില്ല. ഇത് കേട്ട ചന്ദ്ര പേടിച്ചു പോയി. കാണാനില്ലെന്നോ? അതേ ചന്ദ്രേ, ആ പൈസ കാണാനില്ല, ഞാൻ ഈ അലമാരിയിലാണ് വെച്ചത്, ഈ അലമാരിയിലാണ് വെച്ചേന്നോ? അങ്ങനെ ചന്ദ്ര പേടിച്ചിട്ട് അലമാരി മുഴുവൻ തപ്പുകയാണ്. അയ്യോ, സത്യമാണല്ലോ, ഇതെന്താ ഇവിടെ കാണാനില്ലല്ലോ. ഭാമേ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, വേറെ എവിടെയെങ്കിലും കൊണ്ടേയാണോ പൈസ വെച്ചത്? ഇല്ല, ഞാൻ ഈ അലമാരി തന്നെ വെച്ചത്, പിന്നെ അത് തുറന്നിട്ട് പോലുമില്ല, ഞാൻ എടുത്തിട്ട് പോലുമില്ല. പക്ഷെ ആ പൈസ കാണാനില്ലല്ലോ. അയ്യോ, ഞാൻ ഒന്നും കൂടി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അലമാരി നോക്കുക. അപ്പം അലമാരി നോക്കി കഴിഞ്ഞപ്പോഴേക്കും അതിലൊരു സ്വർണ്ണം ഇരിക്കുന്നതാണ്. ഭാമയെ സ്വർണ്ണം ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഭാമി ഇനി വല്ല കള്ളന്മാരും കയറി പൈസ എടുത്തിട്ട് പോയിട്ടുണ്ടാവോ എന്ന് ചോദിക്കുകയാണ്. എടി, അങ്ങനെ പൈസ എടുക്കാൻ വന്ന കള്ളന്മാരാണെങ്കിൽ സ്വർണവും കണ്ടാലും എടുത്തിട്ട് പോവില്ലേ? ഇതങ്ങനെയൊന്നുമല്ല. ദൈവമേ, വേറെ ആരെങ്കിലും ഇവിടെ വന്നായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ ആ സാരിക്കാരി മാത്രമല്ലേ. അപ്പോൾ അയ്യോ, സാരിക്കാരിയെ പറഞ്ഞു വിട്ടില്ലല്ലോ. അതെ, നിങ്ങൾ പൊയ്ക്കോട്ടോ, എനിക്കിപ്പോൾ സാരി എടുക്കുന്നില്ല. അതെ, ഞാനിവിടെ എടുത്തു വെച്ച പൈസ ഭാമ എന്തോ ആവശ്യത്തിന് വേണ്ടി എടുത്തു, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോ. അയ്യോ, സാരമില്ല മേഡം, പിന്നെ തന്നാൽ മതി പൈസ. വേണ്ടെന്നല്ലേ പറഞ്ഞത്, ഞാൻ പിന്നീട് മേടിച്ചോളാം, നിങ്ങൾ കൊണ്ടുപോ. ശരി മേഡം, എങ്കിൽ പിന്നെ ഞങ്ങൾ പിന്നെ വരാം എന്നും പറഞ്ഞുകൊണ്ട് ഈ സാരിക്കാരി പോവാണ്. ഭാമേ, പറ, ഈ സാരിക്കാരി ഇവിടെ തന്നെ ഇരുന്നത്, വേറെ എങ്ങോട്ടും പോയില്ലല്ലോ. പറ ഭാമേ, നീ എവിടെ കൊണ്ടേ വെച്ചത്? എനിക്കറിയില്ല. ദൈവമേ, ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോഴേക്കും ഭാമയാണെങ്കിൽ നീ കള്ളത്തരത്തോടു കൂടി ഉണ്ടാക്കിയ പൈസയല്ലേ, അതുകൊണ്ടാണ് അത് പൈസ പോയത്, അങ്ങനെ ആയിരിക്കും പൈസ പോയത് എന്നിങ്ങനെ പറയുകയാണ്. നീ ഒന്നും മിണ്ടാതിരിക്കും ഭാമേ, ഞാനേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്, അത് കളയാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ഇവിടെ ആരാ വന്നത്? എൻ്റെ ദൈവമേ. ഭാമേ, ഇവിടെ കുറച്ചു മുമ്പ് വന്നത് രേവതിയല്ലേ? രേവതി ടെറസിൻ്റെ മുകളിൽ പോയി സാരിയെല്ലാം മടക്കി ആ സമയത്ത് അലമാരി വെക്കുന്ന സമയത്ത് അവള് പൈസ കണ്ടിട്ടുണ്ട്. അപ്പം അവളാണ് പൈസ എടുത്തത്. ദൈവദോഷം പറയരുത്, രേവതി നിന്റെ മരുമകളല്ലേ ചന്ദ്രേ. എന്നിട്ട് രേവതിയെക്കുറിച്ച് അങ്ങനെ പറയാവോ? അവരെ കള്ള കുടുംബങ്ങളാ, മോഷ്ടാക്കളുടെ കുടുംബങ്ങള്. അതുകൊണ്ട് രേവതി പൈസ എടുക്കും. അവൾ പൈസ എടുക്കണേൽ സ്വർണ്ണം എടുക്കില്ല. ഇല്ല, അവൾ ബുദ്ധിമതിയാണ്. സ്വർണ്ണം കൂടെ എടുത്തു കഴിഞ്ഞാൽ അവളെ എടുത്തെന്നറിയും. അതുകൊണ്ട് പൈസ മാത്രം അവൾ എടുത്തിട്ട് പോയി. അതായിരുന്നു അവളുടെ ലക്ഷ്യം. അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. അവളെ വെറുതെ വിടുന്ന മട്ടില്ല ഞാൻ. അവളെ ഞാൻ ശരിയാക്കി കൊടുക്കാം. അവളെ ഞാൻ ഇന്ന് ശരിയാക്കും. ഓഹോ, അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഞാൻ ഏതായാലും വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നിന്നെ ഞാൻ വിളിക്കും. അപ്പോഴേക്ക് നീ കോൾ എടുത്തോളണം, ഞാൻ പറയുന്ന പോലെ പറയുകയും ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഈ സമയം തന്നെ നമ്മുടെ സച്ചി എന്തൊക്കെയോ ടയറിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് രവി പറയാണ്, നീ എന്താണ് ഈ കാണിക്കുന്നത്?
നിനക്കിത് വർക്ക്ഷോപ്പിൽ കൊണ്ടുവരാൻ നന്നാക്കിയാൽ പോരെ, നീ അതിന് വരെ നീ കിടന്നിങ്ങനെ മെനവണ് തൊട്ട് വല്ല കാര്യമുണ്ടോ സച്ചി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതൊന്നും കുഴപ്പമില്ല അച്ഛാ, ഈ നിസ്സാര പണിയുള്ളു, ഈ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇന്ന പൈസ മേടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രേവതി വരുന്നത്. അപ്പം രേവതി ഭയങ്കര സന്തോഷത്തിലാ. സച്ചേട്ടാ, വേറൊരു കാര്യമുണ്ടേ, ഞാനേ പോകുന്ന വഴിക്ക് അതെ ആ ഓഡിറ്റോറിയത്തിൽ കയറിയായിരുന്നു. അപ്പം നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണോട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കൊട്ടേഷൻ കൊടുക്കാനായിട്ട് പറഞ്ഞു. ഞാൻ കൊട്ടേഷൻ കൊടുത്തിട്ടാ പോന്നിരിക്കുന്നത് സച്ചിയേട്ടാ എന്ന് പറയാണ്. രേവതി, എന്താ സംശയം? ഈ കൊട്ടേഷൻ നിനക്ക് തന്നെ കിട്ടും രേവതി, അല്ലേ അച്ഛാ? പിന്നെ അല്ലാതെ മോളെ എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ ചന്ദ്ര വരുന്നത്. അപ്പം ചന്ദ്രയാണെങ്കിൽ രണ്ടും കൽപ്പിച്ചാണല്ലോ. അപ്പം ചന്ദ്ര വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും, ഓ രേവതി, ഇവന്റെ പിന്നാലെ നോക്കി നിൽക്കുകയാണ് നീ, നിനക്ക് അടുക്കളയിൽ ജോലി എന്നല്ല, എനിക്കൊരു ഗ്ലാസ് ചായ ഇട്ടിട്ട് വാ രേവതി. അപ്പോഴേക്കും രവിയാണെങ്കിൽ, ചന്ദ്ര എന്ത് കാര്യമാണ് ചന്ദ്ര ഈ പറയുന്നത്? അവള് പൂവിട്ട് വിഷമിച്ച് വന്നിരിക്കുകയാണ്. ആ സമയത്ത് നിനക്ക് ചായ ഇട്ട് തരാൻ വേണ്ടിയാണോ? നിനക്ക് ഒരു ഗ്ലാസ് ഇപ്പോൾ ചായ എടുത്ത് പോയി കുടിച്ചാൽ എന്താണ് ചന്ദ്രേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അച്ഛാ ഇതിൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട അച്ഛാ, ഞാൻ പോയി ചായ ഇട്ടോളാം, പോയി ചായ എടുത്തിട്ട് വാടി. അങ്ങനെ രേവതി അടുക്കളയിലേക്ക് കയറി പോവുകയാണ്. കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും, ഓ എന്തൊരു ചൂടാണ് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് റൂമിനകത്തേക്കിട്ട് പോയി ഇങ്ങനെ നിൽക്കുമ്പോൾ, അയ്യോ ബാമ എന്നിട്ട് ബാമയെ മിസ് കോൾ അടിക്കുകയാണ്. അപ്പോൾ ബാമയാണെങ്കിൽ ഇതെന്താ ഇവിടെ മിസ് കോൾ അടിച്ചത്, ശരി ഒന്ന് തിരിച്ച് വിളിച്ച് നോക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് ബാമ തിരിച്ച് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ചന്ദ്രൻ നീ എന്തിനാ മിസ് കോൾ അടിച്ചത്? എന്താ ബാമേ, എന്തിനാ നീ വിളിച്ചത്? ഏയ് നിന്റെ മിസ് കോൾ കണ്ടിട്ട് ഞാൻ വിളിച്ചത്. അയ്യോ എന്താ 2 ലക്ഷം രൂപ പോയെന്നോ എന്ന് പറഞ്ഞ് ചന്ദ്രവൻ ചാടി എണിക്കുക. എല്ലാവരും ഇത് കേട്ട് ഞെട്ടിപ്പോണ്. നിന്റെ 2 ലക്ഷം രൂപ കാണാനില്ലെന്നോ? അപ്പോൾ ബാമയാണെങ്കിൽ എൻ്റെ അല്ലല്ലോ 2 ലക്ഷം രൂപ, നിന്റെ അല്ലേ 2 ലക്ഷം രൂപ, ഇവളെന്തൊക്കെയാ പറയുന്നത്? അയ്യോ എൻ്റെ ദൈവം, എന്തിനാണ് ബാമേ ആ 2 ലക്ഷം രൂപ നീ വീട്ടിൽ സൂക്ഷിച്ചത്? നിനക്ക് ബാങ്കിൻ്റെ ലോക്കറിൽ വല്ലതും കൊണ്ട് വെക്കാറുന്നില്ലേ? അതുകൊണ്ടല്ലേ കാണാതെ പോയത്? നീ എന്തൊരു സൂക്ഷ്മയില്ലാതെയാണ്. എന്താ ചന്ദ്ര ഈ പറയുന്നത്? നീ തന്നെയാണ് സംസാരിക്കുന്നത്, ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് പറയണോ? അപ്പോൾ ചന്ദ്രയാണെങ്കിൽ വീണ്ടും പറയാണ്, അവിടെ ആരാ വന്നത്? ഓഹോ അത് ശരി, രേവതി വന്നായിരുന്നെന്നോ? ഇത് കേട്ട രേവതി ഞെട്ടിപ്പോവാ. ശ്രുതിയും ശ്രുതിയൊക്കെ ആകെ ഇങ്ങനെ അമ്പരം നിൽക്കുകയാണ്. അപ്പോൾ രേവതി വന്നിട്ട് ടെറസിൻ്റെ മുകളിൽ പോയി തുണിയെല്ലാം എടുത്ത് മടക്കി ഒതുക്കി വെച്ചെന്നോ? അത് ശരി, എന്താ രേവതിയെ സംശയമുണ്ടെന്നോ? അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? അപ്പൊ രേവതി ഞെട്ടിപ്പോണം. അങ്ങനെ കാര്യങ്ങളാണെങ്കിൽ രേവതിയെ സംശയിക്കണമല്ലോ ഭാമേ. പക്ഷേ ഭാമി, നിന്റെ പൈസ എന്നാലും മോഷണം പോയല്ലോ ഭാമേ. ഇത് വളരെയേറെ സങ്കടമായ കാര്യമാണ്. രേവതിയെ ചെക്ക് ചെയ്യണമെന്നല്ലേ? ദൈവമേ, ഇതെന്തൊരവസ്ഥയാണ്. അപ്പം ഇത് കേട്ട സച്ചിക്ക് കലി വരിക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.